4-5 കൊല്ലം കടം കയറി നാട് വിടാൻ പോയവനെ ഞാൻ. ഇന്ന് എന്റെ ആസ്തി നിന്ന് 2 നില വീട്, 10 ഏക്കർ സ്ഥലം, ഫ്ലാറ്റ്. ഇതാണ് എടാ ഇന്ന് ആൾക്കാർ എന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നു എന്റെ കാക്കുവാൻ വേണ്ടിട്ട്. എടാ ഈ ബിസിനസ് പറഞ്ഞ 10 പൈസ ചെലവിലടോ, കറണ്ട് ചാർജ് ഇല്ല, ഒന്നുമില്ല, കിട്ടിയ ലാഭാണ്. നിന്റെ ഈ ഉണങ്ങിയ ബൈക്കിൽ കയറിയത് നീ പറഞ്ഞോണ്ട് മാത്രം, എന്റെ അല്ലേ കാറിൽ വരുമായിരുന്നു. വീട് നമ്മള് രക്ഷപ്പെട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നളിയാ. എന്തേ ഇതാരാന്ന് മനസ്സിലായ? ഇല്ല. പെങ്ങൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നാണ്. ഇത് ഉണ്ണി നന്മമരം വടവൃക്ഷം, വലിയ ചാരിറ്റി പ്രവർത്തകനല്ലേ. ഇനി നമുക്ക് വേണ്ട ദാതാവിന് അതിനുള്ള ഫണ്ടും ഉണ്ണി സംഘടിപ്പിച്ചു. ഞാൻ ഈ വീട്ടിലെത്തിയല്ലോ, ഇനി നിങ്ങൾ ഒന്നും പേടിക്കണ്ട. പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞിട്ടാണ്. ചേച്ചി എവിടെ? അപ്പൊ അവള് കിടക്കുക. അയ്യോ അതല്ലേ. എങ്ങനെ ഇപ്പോ ഡ്രസ്സൊക്കെ എങ്ങനെ ആയിരിക്കും? അവരെങ്ങനെയാണ് എന്ത് ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്? അവളെന്നും സാരി കൊടുക്കുക. അതല്ലേ, അത് എന്നും സാരി എടുത്തോ. പക്ഷെ ഇന്ന് പറ്റൂല, വളരെ മുഷിഞ്ഞ ഡ്രസ്സ് ഇടാൻ പറ്റും. ഇത് പുറത്ത് വയറാക്കണ്ടല്ലേ വീഡിയോ എടുത്തിട്ട്. ഈ വീഡിയോ എടുത്തിട്ട് ലോകം മുഴുവൻ ഇവൻ പ്രചരിപ്പിക്കും. അപ്പൊ നല്ല ഡ്രസ്സൊന്നും വേണ്ട, ഒരു ചീഞ്ഞ് നാറിയ മാക്സി ഇട്ടാ മതി. ഒരു സെന്റിമെന്റ്സ് തോന്നണം. ഒരു ഇതാ അടുപ്പിന്റെ കരി, അതായത് ചെറുങ്ങനെ എടുത്തത് 2 ഒരു ഇരുണ്ട പോലെ ആവണം. അല്ലളി ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എന്തിനാ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണേ? അല്ലെങ്കിൽ ഇത് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിലും അവിടെ ഇവിടെ ഒക്കെ ഇട്ടാലാണ് ഗൾഫിൽ നിന്ന് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ അയച്ചു കൊടുക്കും. അതിൽ നിന്ന് നമുക്കുള്ള പൈസ അവൻ തരും. നമ്മളൊന്ന് അങ്ങോട്ട് നിന്ന് കൊടുത്തേച്ചാ മതി. കേട്ടാ, 1 കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനം ഞാൻ നടത്തലുണ്ട് മിനിമം. പിന്നെ സുഹൃത്ത് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യുന്ന ഈ സ്ക്രിപ്റ്റ് ഒന്ന് പഠിപ്പിക്കണം. ഇതെന്താണ്? ഇത് പഠിച്ചാലേ വീഡിയോ എടുക്കാൻ പറ്റൂ. ഈ ഡയലോഗ് ചേച്ചിനെ പഠിപ്പിക്കണം. ഡയലോഗ് കാണാതെ പഠിക്കണം. എന്നാ പിന്നെ ഞാൻ പോയി ഡ്രസ് ഒന്ന് മാറ്റി. ഡ്രസ്സ് അത് മതി. വേണേ ഇത്തിരി ചെള്ള എടുത്താ വേറെ പറ്റിക്കോ. ദാരിദ്ര്യം തോന്നണം. കറക്റ്റാ. ബാവുണ്ണി ഇതിലാണ് പോകാം. ഞാൻ സുഗതൻ, ഇതെന്റെ ഭാര്യ മണ്ടോദരി. അങ്ങനെ പോരാളി. ഇത് അപ്പുറത്തെ നാരായണോടും കൃഷ്ണേട്ടോടും പറയുന്ന കാര്യം അതിങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ കാര്യം പറയുന്നത് ഇത് ആരോടാ പറയുന്നത്? ലോകത്തോട് മൊത്തം പറയണം. അപ്പം ഒരു മനസ്സടങ്ങി കുറച്ച് സങ്കടമൊക്കെ വേണം. സങ്കടം ഉണ്ടല്ലോ എനിക്ക്. അല്ല അളിയ, നമ്മുടെ ഉള്ളിന്ന് തന്നെ നമ്മുടെ പ്രയാസം ഉള്ളിന്ന് വരണം. അങ്ങനെ അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ. അഭിനയമല്ലെന്ന് ഉള്ള കാര്യം അങ്ങോട്ട് ഇച്ചിരി വ്യസനം വിട്ട് പറഞ്ഞാച്ചാ മതി. ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖം അറിഞ്ഞപ്പോ മുതൽ വിഷമിച്ചോണ്ടിരിക്കുക. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ് പഠിപ്പിച്ചത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാച്ചാ മതി. ഓക്കെയാണ്. അത് നിങ്ങൾ വരട്ടെ. ഞാൻ സുഗതൻ, ഇതെന്റെ ഭാര്യ മണ്ടോദരി. ചേച്ചി ഒരുവിധം ഡയലോഗ് പറഞ്ഞല്ലേ ഉണ്ണി? പറഞ്ഞിട്ട് നന്നായിട്ട് പറഞ്ഞിട്ട്. എന്നാലും ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ക്ലിയർ ആയി. പിന്നെ ഈ അക്കൗണ്ടിലേക്ക് നന്നായിട്ട് പൈസ വരും. 6 നമ്പറാ കൊടുക്കണ്ട്. അത് എന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കണം. വേറെ ആരോ കൊടുക്കണം? എന്തിനാണ്? നിന്റെ തന്നെ മതിയല്ലേ? എന്റെ അക്കൗണ്ട് നമ്പർ IFSC കോഡും ഡീറ്റെയിൽസും തന്നാ പോരെ? അത് ഞാൻ അങ്ങനെ തന്നെ. അല്ല, പൈസ നല്ലോണം വരുമ്പം എന്റെ കമ്മീഷന്റെ കാര്യം മറക്കാൻ പാടാടാ. ഉണ്ണി പ്യാരിയാണ് നിന്നോട് വാക്ക് പറഞ്ഞാണ്. ഇനി ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും നിന്റെ കമ്മീഷൻ തരാതെ ഞങ്ങൾ ചികിത്സിക്കൂല. പോരെ? അതൊന്നും വേണ്ട. വണ്ടി എടുക്ക്. അല്ല, അതാരെ വരുന്നു? ആളിയല്ല, ഇയാളെന്തിനിപ്പ ഇങ്ങോട്ട് വന്നെ? ചേട്ടനാണ്. എന്റെ ചേട്ടനാണ്. പറയാൻ നിൽക്കണ്ട അങ്ങനെ കാര്യമായിട്ട്. വന്നോട്ടല്ലോ, അയാളെ വീടല്ലേ? ഇത് എന്റെ ഒരു സുഹൃത്താണ്, ഉണ്ണി. നന്മവരം ഉണ്ണി എന്ന് പറയും. ചാരിറ്റിയുടെ ആള് ഫേമസ് ആണ്. ചേച്ചിക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ടൊന്ന് കാണാൻ പറഞ്ഞാൽ. ചേച്ചി കിഡ്നിന്റെ പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പൊ കുറച്ച് പൈസ വേണല്ലോ. അപ്പൊ ഞാനത് വീഡിയോ എടുത്ത് മൊത്തം വൈറലാക്കിയിട്ട് ഇവന്റെ അക്കൗണ്ടിൽ പൈസ വരും. എങ്ങനെയല്ല എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ? നമ്മളെ കിഡ്നി പ്രോബ്ലം ഉണ്ടല്ലോ ചേച്ചിക്ക്. നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് മൊത്തം വൈറലാക്കും. അപ്പൊ പല ദിക്കുന്ന പൈസ ഇവന്റെ അക്കൗണ്ടിലേക്ക് വരും. ഒരു ശ്രമം. ഇവിടുത്തെ മൂത്താള് ഞാനാ. പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഞങ്ങൾ കുടുംബപരമായിട്ടൊക്കെ ഒന്ന് പറയലുണ്ട്. അത് പറയണോ? പിന്നെ ഇതിപ്പോ ആളുകളെ മൊത്തം നമ്മള് അറിയിച്ചിട്ട് നമ്മൾ എടുക്കണ ഒരു പിരിവല്ലേ. പിന്നെ വലിയൊരു ഫണ്ട് നമ്മള് മേടിക്കല്ലേ. അതെ. അല്ല, നല്ല കാര്യത്തിന് വേണ്ടിട്ടാണല്ലോ. അപ്പൊ അത് എന്റെ അക്കൗണ്ടിലേക്ക് ആയിക്കോട്ടെ.
ഞാനിവിടുത്തെ മൂത്താള്. അല്ല ഞാനിപ്പോ എന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തല്ല. ആ അതെ അതെ. അപ്പൊ എന്താ എന്റെ അക്കൗണ്ടിലേക്ക് വരണോണ്ട് കുഴപ്പമുണ്ടാ? അല്ല ഇപ്പൊ കൊടുത്തു പോയല്ലോ എന്റെ. മാറ്റി കൊടുത്താ മതി. മാറ്റി കൊടുത്താ മതി. അല്ല ചേട്ടാ ഞാൻ കൃത്യമായിട്ട് അവതരിപ്പിച്ചാ പോരെ ഇപ്പൊ ഇത് ഇപ്പൊ എന്ത് കിട്ടണ്ട് കൊടുക്കണ്ടെന്നൊക്കെ. അല്ലപ്പോ ഒരു മൂത്ത ആള് എന്നുള്ള നിലയ്ക്ക് ഞാനും കൂടി അക്കൗണ്ടിൽ ജോയിൻ ചെയ്യുന്നോണ്ട് തന്നെ കുഴപ്പമുണ്ടോ? ഇതതിന് നമുക്ക് ഒറ്റക്ക് തിന്നാനല്ല, ഈ കിട്ടണതിന്റെ 4% അവന് കൊടുക്കണം. എത്ര? എന്താ കണ്ണിന് കുഴപ്പമില്ല? ഇല്ല 4% അത് എഗ്രിമെന്റ് ഉള്ളതാണ്. അപ്പൊ 96 നമുക്ക്. ആ 4 അവിടെ. 4 ആയിക്കോട്ടെ. എന്നാലും ജോയിൻ ചെയ്തിട്ടേ ജോയിൻ അക്കൗണ്ട് ആക്കിട്ടേ. അല്ല ഏട്ടൻ പറയുന്ന കാര്യമുണ്ട്. ജോയിന്റ് അക്കൗണ്ട് ആക്കാം. അളിയന്റെ പേരിലും നിന്റെ പേരിലും. ആയിക്കോട്ടെ. അല്ല അവിടെ തെറ്റി. അലിയനാണ് നമ്മളിത് കൊടുക്കണം. അതെ. ആ അപ്പൊ ഞങ്ങളുടെ ജോയിൻ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ നമ്മളെടുത്ത് കൊടുക്കണ പോലെ. അപ്പൊ ചേട്ടന്റെ അക്കൗണ്ട് നമ്പറും കൂടി അതിൽ കൂട്ടാം. കൂട്ടി ജോയിൻ ചെയ്യും. ഇനി ഒരു തർക്കം വന്ന ആർക്കും ഇല്ലാതെ ആക്കണ്ടല്ലോ. അതെ ശരിയാണ്. അത് മതി മതി. അങ്ങനെ ചെയ്താൽ മതി. ആണോ? ആ ഫോൺ വരണ്ടല്ലോ. ആയിക്കോട്ടെ ഏട്ടൻ പറയുന്ന കാര്യമുണ്ട്. അങ്ങനെ ചെയ്യാം. എപ്പം ജോയിന്റ് ഔട്ട്. അപ്പൊ ജോയിന്റ് അക്കൗണ്ട് എടുക്കാം. ഹലോ ആണോടാ? ഞാൻ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. ആ ഓക്കെടാ. ആ കിഡ്നിന്റെ കാര്യം ശരിയായിടാ. ശരിയായാ? റെഡിയായോ? ഓ കണ്ടോ? പൈസയുടെ കാര്യം അതെ ഇവിടെ നിന്ന് ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ട. ബന്ധുവാണെന്ന് ചോദിച്ചാൽ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞു തന്നാണ് ബന്ധം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി. പൈസയുടെ കാര്യം എന്താ ഉണ്ണിയത്? പൈസയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ? പൈസന്റെ തീരുമാനാക്കണ്ടേ? അല്ലേ ഇല്ല തീരുമാനമൊക്കെ വന്നല്ലേ. അല്ല അത് ആക്കി അത് കിട്ടണ്ടേ? എന്താ കിട്ടായിത്തും വളരെ കൃത്യമായിട്ട് കാര്യം വന്നത് പാർട്ടിയല്ലേ. പാർട്ടി വന്ന് കൃത്യമല്ലേ. എത്ര കൊടുക്കാ പറഞ്ഞു? 2.5. പിന്നെ എന്തിനാ ഒരു ഉച്ചക്ക് 50 കണക്ക് അല്ലേ? എത്ര? 3 തന്നെ. എന്താ പറയുന്നത്? ഒന്നുമില്ല അത് നമ്മൾ മൂന്നെണ്ണേ. ഇതിന്റെ ഒരു കിഡ്നിക്ക് എത്ര? 3 ലക്ഷമല്ലേ? സുമേഷ് ഏട്ടാ നിങ്ങളോട് എത്ര തരാ പറഞ്ഞേ? 2.5 തരാന്ന് പറഞ്ഞില്ലേ സുമേഷ് ഏട്ടാ? ഞാൻ പോവും. എനിക്കും നിങ്ങൾ പോയാൽ ഞാൻ രാവട്ടിന് കൊടുക്കുവേ. 3 അതെ 2.5 തരാ പറഞ്ഞു. 50 രാവട്ടെ അങ്ങ് പറഞ്ഞല്ലേ കൂട്ടി. അതെ അതെ 2.5 ഞങ്ങൾക്കും 50 എനിക്ക് തന്നെയാണ്. ഉണ്ണി ഇത് അലമ്പാക്കോ? ഡോക്ടറോട് ഇങ്ങനെ പൈസയുടെ കാര്യം പറഞ്ഞാൽ കാര്യം നടക്കൂലേ? അങ്ങനെ ഒളിപ്പാക്കുന്ന ആൾക്കാരല്ല ഇത്. ഡീസന്റ് പാർട്ടിയാണ്. എന്നാലേ ആവശ്യം വന്നാലുണ്ടല്ല ഇനി ഒരെണ്ണം കൂടിയുണ്ട്, അതിൻ്റെ എടുത്തോ. നമുക്ക് ഒരെണ്ണം ആവശ്യമുള്ളൂ ഇപ്പൊ. ഒരെണ്ണം ആവശ്യമുള്ളൂ. അത് ആവശ്യമുള്ളപ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ തരാം. മറിമായം